നമസ്കാരം. രാജ്യത്ത് ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പി വലിയ രീതിയിൽ തന്നെ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ വ്യത്യസ്തനായിട്ടുള്ള ഒരു സംസ്ഥാന അധ്യക്ഷനെ ബി.ജെ.പിക്ക് ലഭിച്ചതോടു കൂടിയാണ് വലിയ പ്രതീക്ഷകൾ ഉണർന്നു വന്നത്. ഈ പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് തമിഴ്നാടിനെ പോലെയുള്ള ദ്രാവിഡ സഖ്യ കക്ഷികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് ബി.ജെ.പി പോലെ ഒരു ദേശീയ പാർട്ടിക്ക് അവിടെ കടന്നു കയറാൻ സാധിക്കും, അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ട പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന ബി.ജെ.പിയെ അവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായിട്ടും കൈയൊഴിയും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്നത്. ആ പ്രതീക്ഷ യഥാർത്ഥത്തിൽ സീറ്റുകൾ ബി.ജെ.പിക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രതീക്ഷ ഇനി ഇവിടുത്തെ ഇടത് പക്ഷ രാഷ്ട്രീയ മേലാളന്മാർക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന DMK-ക്കാണെങ്കിലും പ്രധാനമായിട്ടുള്ള രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിനാണെങ്കിലും ഇനി അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട. കാരണം അതുപോലെയുള്ള വലിയ രീതിയിലുള്ള ഒരു തെളിവുകളാണ് തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നത്. കേവലം 2019 3% വോട്ടുകൾ മാത്രമാണ് ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ ലഭിച്ചത്. ഇത്തവണ അത് 11% ഉയർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പോലും ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരു തരത്തിലുമുള്ള തർക്കമില്ല. അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന് പറയുന്ന ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ച കോയമ്പത്തൂരിൽ പോലും 4.5 ലക്ഷത്തിന് മുകളിൽ വോട്ടുകളാണ് അദ്ദേഹം അവിടെ നേടിയത്. കോയമ്പത്തൂരടക്കം പ്രധാനപ്പെട്ട 9 മണ്ഡലങ്ങളിൽ ബി.ജെ.പി താമര ചിഹ്നത്തിൽ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ നോക്കുമ്പോൾ അത് വലിയ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ്. കേരളത്തിൽ പോലും 2ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചത് അത് തിരുവനന്തപുരത്ത് മാത്രമാണ്. മറ്റൊരു സ്ഥലത്തും ബി.ജെ.പിക്ക് 2ാം സ്ഥാനം പോലും ലഭിച്ചിട്ടില്ല. ഒരു സീറ്റ് തൃശ്ശൂരിൽ ജയിച്ചെങ്കിൽ പോലും 39 പാർലമെന്റ് സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ 23 സീറ്റുകളിലാണ് ബി.ജെ.പി താമര ചിഹ്നത്തിൽ മത്സരിച്ചത്. ബാക്കിയെല്ലാം സഖ്യകക്ഷികളായിരുന്നു. അതോടൊപ്പം തന്നെ 19 സീറ്റിലാണ് ബി.ജെ.പിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടായത്. ബാക്കി ഈ 23-ൽ 4 സീറ്റുകൾ താമര ചിഹ്നത്തിൽ മത്സരിച്ചത് മറ്റ് സഖ്യകക്ഷികളിലെ ആളുകളായിരുന്നു. അപ്പോ ഈ പട്ടാളി മക്കൾ കക്ഷി പോലെയുള്ള പല ബി.ജെ.പിയുടെ സഖ്യകക്ഷികളും യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ വലിയ ഒരു മുന്നേറ്റം ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ DMK എന്ന് പറയുന്ന അവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രീതി, അവർക്ക് ഉണ്ടായിരിക്കുന്ന വോട്ടിംഗ് ശതമാനമൊക്കെ നോക്കുമ്പോൾ അവർക്ക് കേവലം ഒരു 26% വോട്ടുകൾ മാത്രമാണ് DMK-ക്ക് ലഭിച്ചത്. ഈ DMK-ക്ക് 26% വോട്ടുകൾ എന്നുള്ളതിന് ഉപരിയായിട്ട് ബി.ജെ.പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം താമര ചിഹ്നത്തിന് 11% വോട്ടുകൾ അവിടെ നേടിയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ കേവലം 19 സീറ്റുകളിൽ മാത്രം മത്സരിച്ച ബി.ജെ.പിക്ക് ഇതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. 1,16,00,000 വോട്ടുകളാണ് DMK നേടിയത്. ബി.ജെ.പിയോടെ 49 ലക്ഷം വോട്ടുകൾ നേടി. യഥാർത്ഥത്തിൽ NDA സഖ്യത്തിലേക്ക് വരുന്ന സമയത്ത് NDA ആകെ നേടിയത് അവിടെ 80 ലക്ഷം വോട്ടുകൾ കൂടി. അപ്പോൾ യഥാർത്ഥത്തിൽ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്ത് NDA സഖ്യം അല്ലെങ്കിൽ ബി.ജെ.പിയും NDA സഖ്യവും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ ജയലളിതയുടെ പാർട്ടിയായിട്ടുള്ള AIADMK അവിടെ യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുന്നാണ് തമിഴ്നാട്ടിൽ ബി.ജെ.പിയുമായിട്ട് ഒരു വിള്ളലുണ്ടായി അവർ മാറിപ്പോയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവര് രണ്ടുപേരും ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ തമിഴ്നാട്ടിൽ ഇത്തവണ ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റം തന്നെ ഉണ്ടായി. പക്ഷെ ബി.ജെ.പിക്ക് അപ്പോഴും ഒരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നു. ബി.ജെ.പിയുടെ മുന്നേറ്റം, ബി.ജെ.പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തമിഴ്നാട്ടിൽ എന്തെങ്കിലും ആകാൻ സാധിക്കുമായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു സാധ്യത അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകാനുള്ള എല്ലാ വഴികളും ഈ AIADMK-യുടെ സഖ്യ സംവിധാനവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അത് ഇല്ലാതാവും. അപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം DMK-യുടെ പ്രവർത്തകർ അണ്ണാമലയുടെ മുഖം ഒരു ആടിന്റെ ശരീരഭാഗത്ത് അല്ലെങ്കിൽ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അങ്ങനെ ഒരു ചിത്രം വെച്ചുകൊണ്ട് ആടിന്റെ തല പരസ്യമായിട്ട് വെട്ടുന്ന തരത്തിലേക്കുള്ള അതിക്രൂരമായിട്ടുള്ള നിലപാടുകളൊക്കെ എടുത്ത ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഇതുപോലെയുള്ള ഒരു വൈകാരികമായിട്ടുള്ള രീതിയിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ബി.ജെ.പിയെ തമിഴ്നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾക്ക് എല്ലാവർക്കും ഒരു വമ്പൻ തിരിച്ചടിയാണ്. 19 സീറ്റുകളിൽ മത്സരിച്ച അല്ലെങ്കിൽ 23 സീറ്റുകളിൽ മത്സരിച്ച താമര ചിഹ്നത്തിൽ അതിൽ 9 സീറ്റുകളിലും ബി.ജെ.പി 2ാം സ്ഥാനത്ത് വരുന്നു എന്ന് പറയുമ്പോൾ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്ന മാറ്റം നിസ്സാരമല്ല. അതിൽ 4 സ്ഥലങ്ങളിൽ 3 ലക്ഷത്തിന് മുകളിൽ വോട്ടുകളും 2 സ്ഥലങ്ങളിൽ വലിയ തരത്തിൽ
4.5 ലക്ഷം വോട്ടുകൾക്ക് മുകളിലേക്കാണ് തമിഴ്നാട്ടിൽ നേടിയത്. അപ്പോൾ ഇതെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലൊക്കെ തമിഴ്നാടിനെ സംബന്ധിച്ച് ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റം BJPക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിലൊന്നും തർക്കമില്ല. അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന് പറയുന്ന അവിടുത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ വർഷം മുതൽക്കേ തുടങ്ങിയ എൻ മക്കൾ എൻ മണ്ണ് എന്ന് പറയുന്ന ആ ഒരു വലിയ പരിപാടി, അത് മുഴുവൻ 239 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും കടന്ന് കയറി ഒരു വലിയ കോളിളക്കം ഉണ്ടാക്കി നിരവധി ആയിരക്കണക്കിന് യുവജനങ്ങളെയാണ് BJPയുടെ ഭാഗമായിട്ട് ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ വേര് കൃത്യമായിട്ട് ഉറപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഇപ്പോൾ നമ്മുടെ തെലുങ്കാനയും അതോടൊപ്പം തന്നെ കർണാടകയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ സമയത്ത് രാജ്യത്തെ പല ഒരു പ്രത്യേക അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന പല ഏജൻസികളും പറഞ്ഞത്, അല്ലെങ്കിൽ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പറഞ്ഞ് ഈ ദക്ഷിണേന്ത്യയെ ഇന്ത്യയിൽ നിന്ന് വിഭജിക്കണം, കട്ടിംഗ് സൗത്ത് എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള ഒരു പ്രസ്താവനകളായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ ഈ കട്ടിംഗ് സൗത്ത് ഒക്കെ യഥാർത്ഥത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ദക്ഷിണേന്ത്യയിൽ അടുപ്പിക്കുന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി പ്രവർത്തിക്കുന്ന സംവിധാനത്തിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ തെലുങ്കാനയും കർണാടകയും തമിഴ്നാടും കേരളവും അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ആന്ധ്രയിലടക്കം ചരിത്രത്തിലാദ്യമായിട്ട് BJP 3 സീറ്റുകൾ പിടിക്കുകയും അതോടൊപ്പം വലിയ ഒരു മുന്നേറ്റം NDA സഖ്യം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ എല്ലാവരും കണ്ടത്. അപ്പൊ ഈ പറയുന്ന NDA സഖ്യം ഈ യഥാർത്ഥത്തിൽ ആന്ധ്ര പോലും തൂത്തുവായിരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ കട്ടിംഗ് സൗത്ത് പോലെയുള്ള വലിയ നെഗറ്റീവായിട്ടുള്ള പ്രചരണങ്ങൾ കൊടുത്ത് രാജ്യവിരുദ്ധമായിട്ടുള്ള രാജ്യദ്രോഹികൾക്ക് തലയിൽ എന്തോ ഒരു സംഭവം ചുമന്ന് നടന്നുകൊണ്ട് രാജ്യം മുഴുവൻ വിഷം തുപ്പാനുള്ള എല്ലാവിധ അവസരങ്ങളും യഥാർത്ഥത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ ഇല്ലായ്മ ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദക്ഷിണേന്ത്യയിലെ ദേശീയവാദികളായിട്ടുള്ള ആളുകൾ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുകയും അതോടൊപ്പം തന്നെ ദേശീയവാദികളായിട്ടുള്ള പല ആളുകളും ഇന്ത്യ സഖ്യത്തിന് കൂടെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും BJP മുന്നോട്ട് വെച്ച ആശയത്തോട് യോജിക്കാൻ ഇവിടുത്തെ ഒരു വലിയ വിഭാഗം തയ്യാറായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളാരും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കോട്ടെ, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ എല്ലാം യഥാർത്ഥ മുഖം വലിച്ചു കീറുന്ന ഒരു തിരഞ്ഞെടുപ്പ് വിധിയാണ് ഈ ദക്ഷിണേന്ത്യയിൽ തന്നെ ഉണ്ടായത്. അത് തെലുങ്കാനയും കർണാടകയും അതോടൊപ്പം തന്നെ ആന്ധ്രയും കേരളവും തമിഴ്നാടും അടക്കം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വലിയ ഒരു മുന്നേറ്റത്തിനുള്ള സാഹചര്യം ഒരുക്കി. കേരളത്തിൽ പോലും 20% വോട്ടുകൾ BJP നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക, ദക്ഷിണേന്ത്യ BJPക്ക് ഒരു ബാലി കയറാൻ മലയല്ല. ദക്ഷിണേന്ത്യ BJPയെ സംബന്ധിച്ച് നിസ്സാരമായിട്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലും തെലുങ്കാനയിലും അടക്കം, അല്ലെങ്കിൽ കേരളം തമിഴ്നാട്ടിലടക്കം വലിയ ഒരു മുന്നേറ്റത്തിനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യമാണ് നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചത്, അമിത്ഷാ ലക്ഷ്യം വെച്ചത്, സംഘപരിവാർ ഒട്ടാകെ ലക്ഷ്യം വെച്ചത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിയതിന്റെ സീറ്റുകൾ പോലും ലഭിക്കാതെ പോലും തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം നമ്മൾക്ക് എല്ലാവർക്കും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ വമ്പൻ മാറ്റമാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ രാജ്യം കൊതിച്ചത്, BJPയുടെ പ്രവർത്തകർ കൊതിച്ചത്, ദേശീയവാദികൾ കൊതിച്ചത്. അത് നടന്നിരിക്കുന്നു എന്ന് മാത്രം ഈ ഒരു സമയത്ത് നമ്മൾക്ക് തെളിവുകൾ സഹിതം നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളൂ. വിപിൻ ലാൽ, ഫസ്റ്റ് റിപ്പോർട്ട്സ്.